എല്ലാവർക്കും ഫൈഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു പുഡിംഗാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഫൈഹാസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ അളവ് മാറ്റം വരുത്താം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ബ്രെഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ മൊത്തത്തിൽ ഇതവിടെ ബ്രെഡെല്ലാം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഈ ഒരു സ്റ്റേജിൽ മാത്രം ഫസ്റ്റത്തെ ഈ ഒരു ബേസ് ഉണ്ടാക്കാൻ മാത്രമേ നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതുവരെക്കും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പാലൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക. വളരെ ഈസിയാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് മൊത്തത്തിൽ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് നല്ലൊരു ക്രീം ടെക്സ്ചറിലായിട്ട് വരും. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാനൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ക്രീമിനുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ക്രീം ഇവിടെ ഫസ്റ്റത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം തിക്കുമല്ല, എന്നാൽ അത്രണ്ട് ലൂസായിട്ട് പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്രീം വേണ്ടത്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ക്രീം വേണ്ടത്. ഇനി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ തന്നെ ഈ ബൗളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. ക്രീമൊക്കെ ഡബിളായിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഹൈ സ്പീഡിൽ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരും. ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത മാങ്ങ 1 കപ്പ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിൾ ചെറുതാക്കി ചോപ്പ് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ചോപ്പ് ചെയ്തത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് ഇതിലേക്ക് ഒരു പഴം ചെറുതായി ചോപ്പ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ക്രീമും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ക്രീം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേയിലാണ് ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലെയർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്രീം ഫസ്റ്റത്തെ ലെയർ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നിരത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ലെയറായിട്ട് ഞാനിവിടെ കുറച്ച് കൊക്കോ പൗഡറാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം കൊക്കോ പൗഡർ കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് എല്ലായിടത്തേക്കും ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സ് അതുകൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലെയർ നമ്മൾ ഫസ്റ്റത്തെ ടോപ്പ് ലെയർ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും ലെയറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. 3 ലെയറായിട്ട് തന്നെ നമ്മൾ ഈ പുഡിങ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. നല്ല സ്മൂത്താക്കി എടുക്കൊന്നും വേണ്ട. ഇത് നമ്മളൊരു ഒന്ന് റഫായിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് നമ്മളിത് മുകൾ ഭാഗം വരിക. അപ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറീസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് ചെറിയൂടെ ഒന്ന് മുകളിൽ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. വളരെ ഈസിയാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ. ആകെ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കുക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.